അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇസ്മായിൽ നബിയുടെ ചരിത്രകഥ. ബലിപെരുന്നാളിൽ ഈ ബലിയുടെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറെക്കാലം മുൻപ് ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ ബീവിയും മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം അവരൊരു ദുഷ്ടനായ രാജാവിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുവാൻ ഇടയായി. ദുഷ്ടനായ രാജാവ് ആ പ്രവാചകന്റെ സുന്ദരിയായ ഭാര്യയെക്കുറിച്ച് അറിഞ്ഞു. പ്രവാചകനെ തൻ്റെ മുൻപിൽ ഹാജരാക്കാൻ ഒരു ഭടനെ അയച്ചു. രാജാവിൻ്റെ മുമ്പിൽ പ്രവാചകനെ കൊണ്ടുവന്നു. നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീ ആരാണ്? രാജാവ് ചോദിച്ചു. പ്രവാചകൻ തൻ്റെ സഹോദരിയാണെന്ന് മറുപടി പറഞ്ഞു. സാറയെ രാജസദസ്സിൽ കൊണ്ടുവരാൻ ദുഷ്ടനായ രാജാവ് പ്രവാചകനോട് കൽപ്പിച്ചു. അവരെ പരിചയപ്പെടാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് രാജാവ് പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ തൻ്റെ ഭാര്യയോട് പോയി പറഞ്ഞു, രാജാവ് നിന്നെ കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നീ എൻ്റെ ഭാര്യയാണെന്ന് പറയരുത്. നീ എൻ്റെ സഹോദരിയാണെന്നാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. സാറ രാജാവിൻ്റെ അടുക്കലെത്തിയപ്പോൾ രാജാവ് അവളുടെ സൗന്ദര്യം കണ്ട് മതിമറന്നു. അദ്ദേഹം സാറയെ പിടിക്കുവാനായി ശ്രമിച്ചു. എന്നാൽ സാറയുടെ അടുത്ത് എത്തിയതും രാജാവിൻ്റെ കൈ അനക്കാൻ സാധിച്ചില്ല. ദുഷ്ടനായ രാജാവ് ഭയപ്പെട്ടു. അവൻ അപേക്ഷിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഞാൻ ഒരിക്കലും ഒരു ദ്രോഹവും നിങ്ങൾക്ക് ചെയ്യുകയില്ല. അത് കേട്ട് സാറ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദുഷ്ടനായ രാജാവിൻ്റെ കൈകൾ സുഖം പ്രാപിച്ചു. പക്ഷേ വീണ്ടും സാറയെ കയറിപ്പിടിക്കുവാൻ രാജാവ് മുതിർന്നു. അവൻ്റെ കൈകൾ വീണ്ടും അനങ്ങാതെയായി. ദുഷ്ടനായ രാജാവ് വീണ്ടും സാറയോട് അപേക്ഷിച്ചു, വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. സാറ വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദുഷ്ടനായ രാജാവിൻ്റെ കൈകൾ സുഖം പ്രാപിച്ചു. സാറ ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. അങ്ങനെ അവൻ സാറയ്ക്കൊരു സമ്മാനം നൽകി. അവൻ തൻ്റെ ദാസിമാരിൽ നിന്ന് ഹാജറ എന്നു പേരുള്ള ഒരു ദാസിയെ സാറയ്ക്ക് അടിമയായി നൽകി. അതിനുശേഷം അവരെ വീട്ടിലേക്ക് അയച്ചു. സാറ തിരിച്ചു വന്നപ്പോൾ ഇബ്രാഹിം നബി കാര്യങ്ങൾ അന്വേഷിച്ചു. ദുഷ്ടനായ രാജാവിനെ അള്ളാഹു ഒരു പാഠം പഠിപ്പിച്ചു. അവനെക്കൊണ്ട് അവൻ്റെ ദാസിയെ എനിക്കൊരു സമ്മാനമായി നൽകിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബിയുടെ മുടികൾ നരച്ചു തുടങ്ങി. അപ്പോഴും ഇബ്രാഹിം നബി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. സാറക്കും പ്രായമായി. ഇനി തനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അടിമയായ ഹാജറയെ വിവാഹം കഴിക്കാൻ സാറ ഇബ്രാഹിം നബിയോട് ആവശ്യപ്പെട്ടു. അവർക്ക് ഒരു നല്ല കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാൻ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് ശേഷം ഹാജറ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അവനെ ഇസ്മായിൽ എന്ന് പേരിട്ടു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഒരിക്കൽ ഇബ്രാഹിം നബി ഞെട്ടിയുണർന്നു. അള്ളാഹുവിനായി എന്തോ ചെയ്യേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഹാജറയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഒരു യാത്ര പോവേണ്ടതുണ്ട്. ഇസ്മായിലിനെ കൂട്ടി തയ്യാറായി നിൽക്കൂ. ഇബ്രാഹിം നബിയും ഭാര്യയും കുട്ടിയായ ഇസ്മായിൽ നബിയും ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. ഒരുപാട് ദിവസം അവർ സഞ്ചരിച്ചു. ഒടുവിൽ വരണ്ട മരുഭൂമിയായ മർവ പർവ്വതത്തിൻ്റെ താഴ്വാരത്തെത്തി. അവിടെ മരങ്ങളോ പഴങ്ങളോ ഭക്ഷണമോ വെള്ളമോ ഇല്ലായിരുന്നു. ജീവൻ്റെ ഒരു അടയാളം പോലുമില്ലാത്ത ഒരു താഴ്വരയായിരുന്നു അത്. അവിടെ വെച്ച് ഇബ്രാഹിം നബി തൻ്റെ ഭാര്യയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് അവർ തിരിച്ചു നടക്കാൻ തുടങ്ങി. അവർക്ക് 2 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞങ്ങളെ ഈ മരുഭൂമിയിൽ ഒറ്റക്കാക്കി എങ്ങോട്ടാണ് താങ്കൾ പോകുന്നത്? ഒടുവിൽ അവർക്ക് മനസ്സിലായി, ഇത് സ്വന്തം ഇഷ്ടപ്രകാരമൊന്നുമല്ല ഈ ചെയ്യുന്നത്. അവർ വീണ്ടും വിളിച്ചു ചോദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ ചെയ്യുന്നത്? അപ്പോൾ ഇബ്രാഹിം നബി മെല്ലെ തലയാട്ടി. എന്നിട്ട് അവിടുന്ന് നടന്നകന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങളെ അള്ളാഹു സംരക്ഷിക്കും. തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ആവശ്യമുള്ള വെള്ളവും ഭക്ഷണവും സംരക്ഷണവും നൽകുവാൻ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹാജറയുടെ കയ്യിൽ വെറും 2 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞു. ഹാജറ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കുടിച്ചതിനാൽ അവരുടെ കുട്ടിക്ക് പാല് കൊടുക്കാൻ കഴിഞ്ഞു. ഏറെ താമസിയാതെ വെള്ളവും തീർന്നു. അവർക്ക് ദാഹം അനുഭവപ്പെടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ദാഹിച്ച് കരയാൻ തുടങ്ങി. അവർ അടുത്തുള്ള മർവ പർവ്വതത്തിലേക്ക് ഓടിക്കയറി. അവിടെ ആരെങ്കിലും കാണുകയോ എന്തെങ്കിലും ലഭിക്കുകയോ എന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു.
പക്ഷേ അങ്ങനെയൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. തുടർന്ന് അടുത്തുള്ള പർവ്വതമായ സഫയിലേക്കും ഓടി. അവിടെയും ഇതുതന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെ അവർ 7 തവണ സഫക്കും മർവക്കും ഇടയിലൂടെ ഓടി. ഒടുവിൽ ഹാജറ അവശയായി. അവർ കുട്ടിയുടെ അരികിൽ വന്നിരുന്നു. അപ്പോൾ അവരൊരു ശബ്ദം കേട്ടു. അത് എന്താണെന്നറിയാൻ വേണ്ടി അവർ കാതോർത്തു നിന്നു. വീണ്ടും ആ ശബ്ദം കേട്ടപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ആരാണെങ്കിലും അള്ളാഹു ആ ശബ്ദം എനിക്ക് കേൾപ്പിച്ചു തന്നു. എന്നെ സഹായിക്കാൻ കഴിയുമോ? അപ്പോൾ അവിടെ ഒരു മലക്ക് കുഴി കുഴിക്കുന്നതായി കണ്ടു. വെള്ളം കണ്ടപ്പോൾ ഹാജറ ഓടിച്ചെന്ന് അവിടെ ഒരു തടം കെട്ടാൻ തുടങ്ങി. അവർ അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും പാത്രത്തിൽ ശേഖരിക്കുകയും തൻ്റെ കുഞ്ഞിന് കൊണ്ടുകൊടുക്കുകയും ചെയ്തു. ആ ഉറവ പെട്ടിയ സ്ഥലം സംസം എന്ന് അറിയപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചിലർ മക്കയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ മർവ മലകൾക്ക് മുകളിൽ ഏതാനും പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നതായി അവർ കണ്ടു. അവിടെ വെള്ളമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ മർവയിലേക്ക് നീങ്ങി. അവിടെ എത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീയെയും കുഞ്ഞിനെയും കണ്ടു അവർ അത്ഭുതപ്പെട്ടു. ഈ വെള്ളം ഉപയോഗിക്കാൻ അവർ ഹാജറയോട് അനുവാദം ചോദിച്ചു. അതുപോലെ ഒരുപാട് ആളുകൾ മർവയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ മനുഷ്യവാസം ആരംഭിച്ചു. ഇസ്മായിൽ നബി വളർന്നു വലുതായി. അദ്ദേഹം മർവ നിവാസികളുടെ അടുക്കൽ നിന്നും അറബി പഠിച്ചു. അദ്ദേഹം വളരെ നല്ല ബാലനായി വളർന്നു. അദ്ദേഹത്തിൻ്റെ നന്മകൾ കാരണം എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹം തൻ്റെ പിതാവിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഇബ്രാഹിം നബി തിരികെ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇസ്മായിൽ നബി ഒരു വിവാഹം കഴിച്ചു. സമാധാനപരമായി അദ്ദേഹം ജീവിതം നയിച്ചു. ഇബ്രാഹിം നബി വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയെയും മകനെയും കാണാൻ കുറേ ആഗ്രഹിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം അവരെ കാണാൻ മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഏറെക്കാലം സഞ്ചരിച്ചു അദ്ദേഹം മക്കയിലെത്തി. ഇബ്രാഹിം നബി എത്തുന്നതിന് മുമ്പ് തന്നെ ഹാജറ ബീവി വഫാത്തായിരുന്നു. അത് മക്ക നിവാസികളിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ ഇസ്മായിൽ നബി ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞു. ഇത് കേട്ടതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്തു. ഇസ്മായിൽ നബി പിതാവിനെ കണ്ടതും അദ്ദേഹം ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഏറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ പിതാവിനെ കണ്ടതിൽ ഏറെ സന്തോഷവാനായിരുന്നു. അവർക്കിരുവർക്കും ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു സമയമായിരുന്നു. ഒരിക്കൽ അള്ളാഹു ഇബ്രാഹിം നബിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഇബ്രാഹിം നബി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അതിൽ അള്ളാഹുവിന് തൻ്റെ മകനെ ബലിയർപ്പിക്കുന്നതായി സ്വപ്നം കണ്ടു. അദ്ദേഹം ഞെട്ടിയെണീറ്റു. പക്ഷേ അതൊരു സ്വപ്നമായതിനാൽ അദ്ദേഹം അതൊരു കാര്യമാക്കിയില്ല. രണ്ടാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് അള്ളാഹു തനിക്കു നൽകിയ നിർദ്ദേശമാണ്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ വിളിച്ചു താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇസ്മായിൽ നബി പറഞ്ഞു, അള്ളാഹു താങ്കളോട് എന്തു പറഞ്ഞുവോ അത് ചെയ്യുക. അടുത്ത ദിവസം അവർ ഒരു കത്തിയും കയറുമായി അറഫ പർവ്വതത്തിന് മുകളിൽ പോയി. അറഫ മലയുടെ മുകളിലെത്തിയപ്പോൾ ഇസ്മായിൽ നബി തൻ്റെ കൈകാലുകൾ കെട്ടിയിടാൻ പിതാവിനോട് ആവശ്യപ്പെട്ടു. കാരണം അല്ലെങ്കിൽ ബലിയർപ്പിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇബ്രാഹിം നബി അത് അനുസരിച്ചു. എന്നിട്ട് സ്വന്തം കണ്ണുകളും മൂടിക്കെട്ടി തൻ്റെ മകൻ്റെ മരണം കാണാൻ പ്രാണയില്ലാത്തതായിരുന്നാലാണ് അത്. എന്നാൽ നബി തൻ്റെ കത്തി ഉയർത്തി. അപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേട്ടു. ഇസ്മായിൽ നബിക്ക് പകരം ഒരു ആടിനെ അറുക്കുവാൻ ദൈവം കൽപ്പിച്ചു. നബി വളരെയേറെ സന്തോഷവാനായി. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ അവർ ജയിച്ചിരുന്നു. അവർ ആ ആടിനെ അറുത്ത് അതൊരു വലിയ ആഘോഷമാക്കി മാറ്റി. ഇതിൻ്റെ ഓർമ്മക്കായാണ് മുസ്ലിമീങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. അവർ ഇരുവരും അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് എന്നാൽ ആരാധനയ്ക്ക് പറ്റിയ ഒരിടം ഇല്ലായിരുന്നു. അപ്പോൾ അള്ളാഹു അവരോട് തനിക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടു. അള്ളാഹു അവരോട് കഅബ നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടു. അത് ഇബ്രാഹിം നബി തൻ്റെ മകനോടും പറഞ്ഞു. അള്ളാഹു പറഞ്ഞത് തന്നെ നമുക്ക് ചെയ്യാൻ എന്ന് അദ്ദേഹം മറുപടി നൽകി. അങ്ങനെ അവർ ഇരുവരും കല്ലുകൾ എടുത്തുകൊണ്ടുവരികയും ഇബ്രാഹിം നബി ആ പണി ആരംഭിക്കുകയും ചെയ്തു. ചുമരുകൾക്ക് ഉയരം കൂടിയപ്പോൾ ഇസ്മായിൽ നബി വലിയ കല്ലുകൾ ഇബ്രാഹിം നബിക്ക് വേണ്ടി കൊണ്ടുവന്നു.
അദ്ദേഹം അതിനു മുകളിൽ കയറി നിന്ന് തൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്തു. അതിൻ്റെ മൂലക്കല്ല് ശേഖരിക്കാൻ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. എന്നാലും കല്ല് ശേഖരിക്കാനായി അദ്ദേഹം പോയി. അന്നേരം മലക്കുകൾ സ്വർഗ്ഗത്തിൽ നിറക്കപ്പെട്ട കല്ലുമായി ഇബ്രാഹിം നബിക്ക് കൊണ്ടുവന്നു കൊടുത്തു. ആദ്യകാലത്ത് ആ കല്ലിൻ്റെ നിറം വെളുപ്പായിരുന്നു. പിന്നീട് ആളുകളുടെ പാപം കാരണം കല്ല് കറുപ്പായി മാറപ്പെട്ടു. തിരികെ എത്തിയ ഇസ്മായിൽ നബി ആ കല്ല് കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ കല്ല് കൊണ്ടുവന്നത്? ക്ഷീണം ബാധിക്കാത്ത ഒരാൾ കൊണ്ടുവന്നതാണ്. ഇബ്രാഹിം നബി പറഞ്ഞു. അങ്ങനെ അവർ നിർമ്മാണം പൂർത്തിയാക്കി. അവർ ചെയ്ത ഈ കർമ്മം സ്വീകരിക്കുവാനായി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു അതിൽ വളരെ സംതൃപ്തനായിരുന്നു. എല്ലാവരോടും കഅബയിൽ വന്ന് തീർത്ഥാടനം ചെയ്യാൻ അവർ ആഹ്വാനം ചെയ്തു. അത് ഇബ്രാഹിം നബിയുടെ ജനത അനുസരിക്കുകയും ചെയ്തു. ഇബ്രാഹിം നബിക്കും സാറക്കും പ്രായമായി. ഒരിക്കൽ അവൾ വീട്ടിലിരിക്കുമ്പോൾ 3 അതിഥികൾ വരുന്നത് അവർ കണ്ടു. യഥാർത്ഥത്തിൽ അവർ അള്ളാഹു അയച്ച മലക്കുകളായിരുന്നു. ഇബ്രാഹിം നബി അവരെ സ്വീകരിച്ചു. അവർക്ക് ഭക്ഷണം നൽകി. ചുട്ട കാളക്കുട്ടിയുടെ മാംസം അവർക്ക് നൽകി. എന്നാൽ ആ ഭക്ഷണം അതിഥികൾ തൊടുന്നത് പോലും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട ഇബ്രാഹിം നബി ഭയപ്പെട്ടു. അവർ പറഞ്ഞു, അള്ളാഹു അയച്ച മലക്കുകളാണ് ഞങ്ങൾ. ഇബ്രാഹിം നബിക്ക് ഒരു സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. സാറ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും. അവനെ ഇസ്ഹാഖ് എന്ന് പേര് വിളിക്കണം. അവൻ ഭാവിയിൽ ഒരു പ്രവാചകനായി തീരും എന്ന് അവർ പറഞ്ഞു. സാറ അത്ഭുതപ്പെട്ടു. എനിക്ക് പ്രായമായി, ഇനി ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകും? അപ്പോൾ മലക്കുകൾ പറഞ്ഞു, അള്ളാഹുവിന് എല്ലാം സാധ്യമാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാറ ഗർഭിണിയാവുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ആ കുഞ്ഞിന് ഇസ്ഹാഖ് എന്ന് പേരുമിട്ടു. വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി തൻ്റെ മകനെ കാണാനായി തിരികെ വന്നു. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ഇസ്മായിൽ നബി വീട്ടിലില്ലായിരുന്നു. ഇസ്മായിൽ നബിയുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അവരോട് സുഖവിവരം അന്വേഷിച്ചു. അപ്പോൾ അവർ പരാതിക്കെട്ട് അയച്ചുവെച്ചു. ഇബ്രാഹിം നബിക്ക് മനസ്സിലായി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൾ ആലോചിക്കുന്നു പോലുമില്ലല്ലോ. ആ സ്ത്രീ തൻ്റെ മകന് പറ്റിയ ഭാര്യയല്ലെന്ന് അവർ മനസ്സിലാക്കി. അദ്ദേഹം തൻ്റെ മകന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സന്ദേശം അവൾക്ക് നൽകി. ഇസ്മായിൽ നബി വരുമ്പോൾ അദ്ദേഹത്തോട് സലാം പറയുവാൻ അവർ ആവശ്യപ്പെട്ടു. ഈ ഗോപുരത്തിൻ്റെ പൂമുഖം മാറ്റുവാൻ അവനോട് നീ പറയണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്മായിൽ നബി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ ഇബ്രാഹിം നബി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തൻ്റെ പിതാവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇസ്മായിൽ നബി അവളോട് പറഞ്ഞു, എൻ്റെ പിതാവ് നിന്നോട് പറഞ്ഞത് നിന്റെ വിവാഹമോചനം നൽകാനാണ്. ഇനി നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങി. ഇസ്മായിൽ നബി മറ്റൊരു വിവാഹം കഴിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇബ്രാഹിം നബി മകനെ കാണാനായി വീട്ടിലേക്കെത്തി. അദ്ദേഹം എത്തിയപ്പോൾ ഇസ്മായിൽ നബി അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം പുതിയ ഭാര്യയോട് വിശേഷങ്ങൾ അന്വേഷിച്ചു. ആ സ്ത്രീയുടെ മറുപടിയിൽ നിന്നും അവൾ നല്ലൊരു സ്ത്രീയാണെന്ന് അവർ മനസ്സിലാക്കി. ആ സ്ത്രീ നല്ലൊരു സ്ത്രീയായിരുന്നു. ഇത് കണ്ട് ഇബ്രാഹിം നബി സന്തുഷ്ടനായി. ഇബ്രാഹിം നബി ആ സ്ത്രീയോട് പറഞ്ഞു, ഭർത്താവ് വരുമ്പോൾ വീടിൻ്റെ ഉമ്മറം ഉറപ്പിച്ചു നിർത്താൻ പറയണം. ഈ രഹസ്യ സന്ദേശം നൽകി അദ്ദേഹം തിരിച്ചുപോയി. ഇസ്മായിൽ നബി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇത് കേട്ട് ഇസ്മായിൽ നബി പറഞ്ഞു, അയാൾ പറഞ്ഞ വീടിൻ്റെ ഉമ്മറം നീയാണ്. നിന്നെ എന്നേക്കും കൂടെ നിർത്താനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇസ്മായിൽ നബി 137 വർഷം ജീവിച്ചിരുന്നു. 175 വർഷക്കാലം ഇബ്രാഹിം നബിയും ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും പരീക്ഷണങ്ങളെ നേരിട്ടിരുന്നുള്ളൂ. അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ അളവറ്റ് സ്നേഹിക്കാനാണ്. 25ഓളം പ്രവാചകന്മാർ ഉണ്ടായിട്ടും മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിയത് 2 പ്രവാചകന്മാരെ മാത്രമേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. ഇതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ മർമ്മം. ഇത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറയാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്.